പാർക്കോട്ട് പോകാൻ പോവാണ്. മക്കളെ നേരത്തെ റെഡിയാക്കി. അപ്പോൾ അവിടെ ചെന്നിട്ട് കാണാം. ആഫ്റ്റർ രാവിലെ എണീറ്റപ്പോഴേ തുലിപ്പ് കാണണമെന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. അവർക്ക് പെട്ടെന്ന് പൊക്കോളാൻ വയ്യ. അപ്പം നമുക്ക് ഇറങ്ങാം. അങ്ങനെ നമ്മളെ രാവിലെ ഞങ്ങളെല്ലാവരും കൂടെ എവിടെ പോകണൊക്കെ ഒരു തുലിപ്പ് ഫീൽഡിലോട്ട് പോവുകയാണ്. ഒരു 9 മണിക്ക് ഇറങ്ങണമെന്ന് വിചാരിച്ചു. പിന്നെ ഇറങ്ങിയൊക്കെ വന്നപ്പോൾ 10 മണിയായി. ഇവിടെ നിന്നൊരു നമ്മളെ ഹോട്ടലിൽ നിന്ന് ഒരു അരമണിക്കൂർ ഒരു തുലിപ്പ് ഫീൽഡിലോട്ട് പോവുകയാണ്. പിന്നെ ഞാൻ ശ്രദ്ധിച്ചത് ഇവിടത്തെ വീടുകളല്ലേ നല്ല ഫിൻലാൻഡിനെ വെച്ചിട്ട് നോക്കുമ്പോഴേക്കും ഇവിടെ കുറച്ചുകൂടെ വീടിന്റെ സ്ട്രക്ചറും ഡിസൈനൊക്കെ ടോട്ടലി ഡിഫറെന്റ് ആണ്. ഫ്രണ്ടിലൂടെ കനാല് ഒഴുകുന്നുണ്ട് ഓരോ വീടിന്റെയും. എന്നിട്ട് ഉള്ള വീട് അപ്പൊ നല്ല രസമുണ്ട് കാണാനായിട്ട്. നല്ല ഭംഗിയുണ്ടല്ലേ. ഈ ഒരു ട്രയാങ്കിൾ ഷേപ്ഡ് റൂഫ്. നമ്മുടെ ഫിൻലാൻഡിലും അത് തന്നെയാണ് ഉള്ളത്. പക്ഷെ ഇതെന്തോ ഒരു വേറെ ഹൈറ്റ് കൂടുതലാ ആ റൂഫിനല്ലേ. എല്ലാ വീടിന്റെ കനാൽസ് ഒരുപാടുണ്ട്. അവിടെ ഒരു ബ്രിഡ്ജുകളുണ്ട്. തണുക്കുന്നില്ല മോളെ. ശന ഇന്ന് ഇത് ഇത്രയും വെയിൽ വന്നു കഴിഞ്ഞാലേ ശരിക്കും പറഞ്ഞ ഈ പൂവിൻ്റെ ഇത് എൻജോയ് ചെയ്യാൻ പറ്റൂല. നല്ല വെയിൽ. എവിടെ ഉണ്ടാ ഫ്രീ? നല്ല തിരക്കുണ്ട്. നല്ല വെയിലാണെങ്കിലും തിരക്കുണ്ട്. 50 euros, please. You prefer cash? Do you have cash? Yes, here you go. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് നെതർലാൻഡ്സിലെ പ്രശസ്തമായ ടുലിപ്പ് ബാണ്ടിലാണ്. ഇവിടെ എത്തുന്ന നിമിഷം മുതൽ നിറങ്ങളുടെ ഒരു ലോകത്തേക്കാണ് നമ്മൾ കടന്നു ചെല്ലുന്നത്. ഇതിൻ്റെ ഭംഗി വാക്കുകളിൽ പറയാൻ പറ്റില്ല. ഇവിടെ ടുലിപ്പ് ബാണ്ടിൽ ഏകദേശം 200-ലധികം വ്യത്യസ്ത തരത്തിലുള്ള ടുലിപ്പുകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ചില ട്യൂലിപ്പ് പൂക്കളിൽ തന്നെ 2 അല്ലെങ്കിൽ അതിലധികമോ നിറങ്ങൾ ചേർന്ന മനോഹരമായ കളർ കോമ്പിനേഷൻ നമുക്ക് കാണാൻ കഴിയും. അത് ഈ പൂക്കളുടെ പ്രത്യേക ഭംഗികളിലൊന്നാണ്. ഇവിടെ എവിടെ തിരിഞ്ഞാലും അവിടെ പോയി ഫോട്ടോ എടുക്കാൻ തോന്നും. അത്ര മനോഹരമായ സ്പോട്ടുകളാണുള്ളത്. എസ്പെഷ്യലി സ്പ്രിംഗ് സീസണിൽ, അതായത് ഏപ്രിൽ മുതൽ മെയ് വരെയാണ് ഈ സ്ഥലം മുഴുവനും പൂക്കളാൽ മൂടപ്പെടുന്നത്. എനിക്ക് വെയിൽ കാരണം ആക്ച്വലി റിയൽ ഐസിൽ നോക്കാൻ പറ്റുന്നില്ല. കണ്ടുകൂടാ. നേക്കഡ് ഐസിൽ കാണാൻ പറ്റുന്നില്ല. സൺഗ്ലാസ് വെക്കേണ്ട അവസ്ഥയാണ്. പക്ഷെ നേക്കഡ് ഐസിൽ നോക്കിയാൽ മാത്രമേ ഇതിന്റെ ആക്ച്വൽ ഭംഗി അറിയാൻ പറ്റുള്ളൂ. ഈ വെയിലിനെ ഇത് വെയിൽ കണ്ടില്ലേ? അയ്യോ, ഇത് അത് നമുക്ക് കുറെ കഴിയുമ്പോൾ നമുക്ക് കണ്ണൊക്കെ അറിഞ്ഞൂടാത്ത ചില കളേഴ്സ് വരെ ഇതിലുണ്ട്. കോമ്പിനേഷന് അല്ലേ, നമുക്ക് കണ്ടിട്ടില്ലാത്ത പല കളേഴ്സ്. ഏത് കളർ എന്ന് പറയാൻ പോലും പറ്റുന്നില്ല. ചില കളേഴ്സ് അത്രയ്ക്ക് വെറൈറ്റീസ് ആയിട്ടുള്ള. പിന്നെ ഇതിന് ഒരു ഫ്ലോറൽ കോസ്റ്റ്യൂം അതൊക്കെ ഇട്ടിട്ട് വന്നിട്ട് ഇതിന്റെ ഇടയിൽ കൂടെ ഓടാനൊക്കെ തോന്നുന്നുണ്ട്. അല്ലേ, നാളെ ഒരു ദിവസം കൂടെ ഉണ്ടല്ലോ. വേറെ ഇതിനേക്കാളും കുറച്ചുകൂടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലത്ത് നാളെ പോകുന്നുണ്ട്. പക്ഷെ എന്താ പറയാ, ഞാൻ പണ്ട് ഞങ്ങളുടെ കുടുംബ വീട്ടില് എന്റെ മാമ പണ്ട് ഗൾഫിൽ നിന്ന് വന്നപ്പോ ഒരു വലിയ പോസ്റ്റർ കൊണ്ടുവന്നിട്ടുണ്ട് ടുലിപ്പിന്റെ സെക്യൂർ മാമ. അപ്പോൾ ഞങ്ങളുടെ ഹാളിൽ ഇത് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. അത് അത് റിയൽ കാണാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. എനിക്കെപ്പോഴും അത് കാണുമ്പോൾ അതിൽ നിന്ന് എടുത്തിട്ടുള്ള എൻ്റെ കൊച്ചിലത്തെ ഫോട്ടോ ഒക്കെ ഉണ്ട്. കുഞ്ഞിലത്തെ ഫോട്ടോസൊക്കെ ഉണ്ട്. ആ ടുലിപ്പിൻ്റെ ആ ഒരു ഫോട്ടോ. പക്ഷെ അത് റിയൽ ആയിട്ട് എനിക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞറിയിക്കാൻ ഭയങ്കര സന്തോഷമുണ്ട്. ആദ്യം ഇഷ്ടപ്പെട്ട ഇത് കഴിഞ്ഞിട്ട് അവൻ കളിക്കാൻ പോവാം. തിരക്കുണ്ട്. അതിൽ എവിടെ ചെന്ന് കഴിഞ്ഞാലും തിരക്കുണ്ടാവും. ഞാൻ എൻ്റെ മക്കളുടെ മനോഹരമായ ഫോട്ടോസൊക്കെ എടുത്തു. അവർ വലുതാകുമ്പോൾ ഈ ചിത്രങ്ങളെല്ലാം കാണുമ്പോൾ അവർക്ക് സന്തോഷിക്കാമല്ലോ. സത്യം പറഞ്ഞാൽ എൻ്റെ ബാല്യകാലത്ത് ഇങ്ങനൊരു മനോഹരമായ സ്ഥലം ഉണ്ടെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു.
നമ്മൾ അന്വേഷിച്ചിറങ്ങിയതാണ്. എന്താ സ്നാക്സ് മാത്രമേ ഉള്ളൂ അല്ലേ? നമുക്ക് വേറെ എങ്ങോട്ടെങ്കിലും പോവാം. നല്ലൊരു ഇല്ല, നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. നല്ല ക്രൗഡാണ്. ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോവും. കാണാൻ വന്നിട്ടേ ആംസ്റ്റർഡാമിലെ നല്ല സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ പുറത്തിറങ്ങണം കേട്ടോ. വണ്ടിക്കകത്തിരുന്ന് അത് കാണാൻ പറ്റൂല. ഷൈനക്ക് ആംസ്റ്റർഡാം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടല്ലേ? അല്ല, അത് തുടരുത്. അതെന്താണെന്നുള്ളത് പോലും അറിയില്ല. അങ്ങനെയുണ്ട്. എവിടെ തിരിഞ്ഞാലും ഫ്ലവറാ അല്ല ഫ്രീ. ഇത് ചെറിയൊരു ഷോപ്പിംഗ് പ്ലേസ് ആണെന്ന് തോന്നുന്നു. ഇത് നല്ല ഷൂ ആണ്. അതിക്കോട്ടെ, അത് ഇവിടുത്തെ ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള ഒരു ഡിസൈനാണത്. തടിയിലുണ്ടാക്കുന്നതാണത്. തടി അമ്മച്ചി ഇപ്പം ഞാൻ തള്ളിയിട്ടേനെ. ഫോട്ടോ എടുക്കാൻ നേരത്തെ തിരിഞ്ഞപ്പോഴേ പുറകെ ഇരിക്കണ ഞാൻ കണ്ടില്ല. തൂത്തൂത്ത് ഹോൺ അടിച്ചതാണ് അഫ്രീ. അത് തൂത്തൂത്ത് അഫ്രീക്ക് സ്പെഷ്യൽ. അഫ്രീ സ്പെഷ്യൽ കഴിക്കുള്ളൂ. ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ നേരെ പോയത് സാൻസ് വില്ലേജിലേക്കാണ്. മക്കൾക്ക് റൂമിൽ പോകണമെന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് 3 ദിവസത്തെ ട്രിപ്പല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മൾ മാക്സിമം എല്ലായിടത്തും എത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. ദെൻ അവർക്ക് ഫുഡൊക്കെ വാങ്ങിക്കൊടുത്തിട്ട് ഞങ്ങൾ പിന്നെ വിൻമില്ല് കാണിച്ചു തരാമെന്നും പറഞ്ഞാണ് ഇവിടെ കൊണ്ടുപോയത്. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് സാൻസ് വില്ലേജിലാണ്. ആംസ്റ്റർഡാമിൽ നിന്നും ഏകദേശം ഒരു 20 കിലോമീറ്റേഴ്സ് മാത്രം ദൂരമുള്ള ഒരു പഴയ ഒരു ഗ്രാമമാണ് സാൻസ്. ശരിക്കും ഈ ഒരു വില്ലേജ് പഴയ ഡച്ച് ജീവിത രീതിയുടെ ഒരു ലൈവ് മ്യൂസിയം പോലെയാണ്. ഇവിടെ കാണുന്നതെല്ലാം വുഡൻ ഹൗസുകളാണ്. ഇപ്പോഴും അവർ പണ്ടത്തെ പോലെ അത് കാത്തു സൂക്ഷിക്കുന്നു. ധാരാളം വിൻമിൽസ് അവിടെ കാണാൻ പറ്റുമായിരുന്നു. നെതർലാൻഡ്സിൽ വന്നപ്പോൾ മുതൽ അവിടെ ആയിട്ട് കാണാൻ സാധിക്കുന്ന ഒന്നായിരുന്നു വിൻമിൽസ്. ബട്ട് ഈ കാണുന്ന വിൻമിൽസിനൊരു പ്രത്യേകതയുണ്ട്. 17th and 18th സെഞ്ച്വറിയിലും ഇത് വലിയ ഇൻഡസ്ട്രിയൽ മെഷീൻസ് ആയിരുന്നു. അന്ന് ലോകത്തിലെ ആദ്യത്തെ വലിയ ഇൻഡസ്ട്രിയൽ മേഖലയിൽ ഒന്നായിരുന്നു ഈ നിൽക്കുന്ന സാൻസ് പ്രദേശം. അത് എന്താണെന്നുള്ളത് എന്തോ ജീവി അത് ആടാണോ? ഇതേ കണ്ടോ, ഇവിടെ കണ്ട ഒരു പ്രത്യേകതരം ജീവിയാണ്. ഇത് എന്താണെന്ന് അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇവിടെ ഒരു ചീസ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഇവിടുത്തെ ചീസ് പോപ്പുലർ എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താ നോക്കിയിട്ട് വരാം. നാട്ടിലെ ഒരു പശുത്തൊഴുത്തി കയറിയ നമ്മുടെ നാട്ടിൽ പാലുണ്ട്, പോണ പാത്രമൊക്കെ ഇരിപ്പുണ്ട്. ഒരു പശുത്തൊഴുത്തി. അഫ്രീ വിളിച്ചതാണോ? ചീസ് മേക്ക് എങ്ങനെയാണ് ചീസ് ഉണ്ടാക്കുന്നതെന്നുള്ള വീഡിയോ ഒക്കെ. ഇവിടുത്തെ ചീസ് പാക്കിംഗ് പോപ്പുലർ ആണ് കേട്ടോ. ഈ ഇരിക്കുന്നതെല്ലാം ഡമ്മി ചീസസ് ആണ്. ജസ്റ്റ് ഒരു ഫോട്ടോ ഷൂട്ട് പോലെ എല്ലാവരും വന്ന് നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട് അവിടെ. അപ്പോൾ ഇതിനകത്ത് കയറിയപ്പോൾ ഇവിടെ പരമ്പരാഗതമായി ഡച്ച് ചീസ് എങ്ങനെ നിർമ്മിക്കുന്നതെന്നും പാക്ക് ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് അടുത്ത് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഇത്രയധികം ചീസ് വെറൈറ്റീസ് ഉണ്ടെന്നുള്ളത് എനിക്ക് അവിടെ ചെന്നപ്പോഴാണ് കേട്ടോ മനസ്സിലായത്. അവിടുത്തെ ഗൗഡ ചീസൊക്കെ നല്ല പോപ്പുലറാണ്.
ലാവൻഡർ ചീസ്. ഒരു കാലത്ത് ഇവിടെ ഏകദേശം 600-ലധികം വിൻമിൽസ് പ്രവർത്തിച്ചിരുന്നു. ഇന്ന് വർഷം തോറും ലക്ഷക്കണക്കിന് ആളുകൾ ഇവിടെ സന്ദർശിക്കുന്നു. പിന്നെ പോപ്പുലർ ആയിട്ടുള്ള ഐറ്റമാണ് ഈ കാണുന്ന വാഫിൾസ്. ഇത് എല്ലാവർക്കും ഇഷ്ടമായിട്ടുള്ള ഒരു മധുര പലഹാരമാണ്. ടേസ്റ്റി ആയിട്ട് ഞാൻ ഐസ്ക്രീം കുടിച്ചിട്ടില്ല. ടേസ്റ്റി സത്യം കേട്ടോ, അത് ഭയങ്കര ടേസ്റ്റി ഐസ്ക്രീം. ചെറിയൊരു തണുപ്പ് തുടങ്ങി. അതിവിടെ അങ്ങനെയാണ് പൊതുവെ. കാറ്റുണ്ടെങ്കിൽ എപ്പോഴും കാറ്റുള്ള സ്ഥലമാണ്. ഈ ചെറിയ തണുപ്പ് പോലും ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. അഫ്രീ, നിന്റെ ഐസ്ക്രീമാണ് ഞാൻ ഈ തീർത്തുകൊണ്ടിരിക്കുന്നത്. നിനക്ക് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞാൽ ഞാൻ വാങ്ങിയത്. കുടിക്കാൻ പറ്റുന്നില്ല. ഫോട്ടോ പോലെ എടുക്കാൻ പറ്റുന്നില്ല ഇവിടെ വന്നിട്ട്. അല്ല, അങ്ങനെയല്ല. ഇതൊരു ഭയങ്കര ക്രൗഡ് വരുന്ന സമയമാണ്. അതുകൊണ്ട് ഇതിൽ കൂടുതൽ നമ്മൾ ആംസ്റ്റർഡാം സിറ്റി എക്സ്പ്ലോർ ചെയ്യാൻ ഇറങ്ങിയിരിക്കുകയാണ്. കുറച്ച് നേരം ഒന്ന് വണ്ടിയൊക്കെ നമുക്ക് ഒന്ന് റെസ്റ്റ് എടുത്തു. ചൈന ഫുൾ റെസ്റ്റിലാണ്. 3 മണിക്കൂർ എവിടെയെങ്കിലും കറങ്ങും, വീണ്ടും 2 മണിക്കൂർ റെസ്റ്റ്. അങ്ങനെ ഒരു നീണ്ട റെസ്റ്റ് കഴിഞ്ഞ് ആംസ്റ്റർഡാം സിറ്റിയിലോട്ട് ഇറങ്ങി. വെയിലാണ് മെയിനായിട്ടും. അതെ, ആ ബോട്ടിൽ കയറാം. ഇപ്പൊ കയറാം. എനിക്കറിയില്ല. ഇവിടെ ഈ കഞ്ചാവിന്റെ ഉപയോഗവും വിൽപ്പനയൊക്കെ കൂടുതലുള്ള ഒരു സ്ഥലമാണിത്. ഈവൻ അത് പല രീതിയിൽ കിട്ടും ഇവിടെ. അത് തന്നെ. അത് ഇവിടെ എവിടെ 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 ചെന്ന് കഴിഞ്ഞാൽ ഈ ഒരു മണം ഇവിടെ ഉണ്ടാവും. അല്ല, ഇത് നൈറ്റ് ലൈഫ് കുറച്ചുകൂടെ ഉള്ള സ്ഥലമാണിത്. ഇതിപ്പം നമുക്ക് 7 മണിയല്ലേ ഉള്ളൂ. ഇപ്പം സൺസെറ്റ് ആവാനായിട്ട് 10 മണിയെങ്കിലും ആവുമല്ലോ. ആ ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ കുറച്ചുകൂടെ ആള് കൂടും, വൈബും കൂടും ഇവിടെ. On the free wheeling. Yep. നിങ്ങൾ കയറി, ഞാൻ എടുത്തോളാം. നിങ്ങൾ കയറിക്കോ. ഇന്ന് രാവിലെ മുതലേ പറയുന്നതാണ് ബോട്ടിങ്ങിന് പോകാം, ബോട്ടിങ്. അപ്പൊ ഇങ്ങോട്ട് നോക്ക്. ഇത് പാർട്ടി ബോട്ടാണോ?
ഇല്ല നമുക്കിതൊന്നുമില്ല. ഇത് ജസ്റ്റ് അതിനെ ഡ്രിങ്ക്സ് നമുക്കൊന്ന് ഇതെല്ലാം യൂറോപ്പിലെ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റ് വരുന്ന ഒരു ഡെസ്റ്റിനേഷനാണ് ആംസ്റ്റർഡാം. ഏത് വഴി പോയാലും ഏതെങ്കിലും ഒരു വഴിയിലെത്തുക. ആംസ്റ്റർഡാമിൽ കൂടുതൽ നമുക്ക് കാഴ്ചകൾ കാണാനായിട്ട് സ്യൂട്ടബിൾ ഇവിടുത്തെ ബോട്ട് യാത്ര തന്നെയാണ്. ഹാർട്ട് ഓഫ് നെതർലാൻഡ്സ് എന്ന് പറയുന്നത് ഇവിടുത്തെ കനാലുകളാണ്. Does anybody know how old Amsterdam is? Any idea? ആംസ്റ്റർഡാം ഹൗ മെനി ഇയേഴ്സ് ഓൾഡ് എന്നാണ് അവരുടെ ക്വസ്റ്റ്യൻ. അപ്പം പല പല ഗസ്റ്റ് വന്നു. നമ്മൾ അവർ 900 പറഞ്ഞു, 800 പറഞ്ഞു, 900 പറഞ്ഞു. അവസാനം കറക്റ്റ് ആൻസർ 750 ഇയേഴ്സ് ഓൾഡ് ആണ് ആംസ്റ്റർഡാം. Harding. ചരിഞ്ഞിരിക്കണ പിന്നെ ആ ബിൽഡിംഗ് ഉണ്ട്, ഒരു സൈഡ് അങ്ങോട്ടും ഒരു സൈഡ് ഇങ്ങോട്ടും. പണ്ട് ഈ താന്നു പോയത്. ഇവിടുത്തെ മിക്കവാറും ഉള്ള സ്ഥലങ്ങളെല്ലാം സീ ലെവലിനെക്കാളും താഴ്ന്നു നിൽക്കുന്ന പ്രദേശങ്ങളാണ്. അതുകൊണ്ട് തന്നെ പണ്ട് കാലങ്ങളിൽ ഒത്തിരി തവണ വെള്ളപ്പൊക്കം ഉണ്ടായ സ്ഥലം കൂടിയാണിത്. ഇതിങ്ങനെ ചരിയാൻ കാരണം ഇതിനടിയിലുള്ള മണ്ണ് വളരെ സോഫ്റ്റ് ആയത് കാരണമാണ്. അതുകൊണ്ട് തന്നെ ഈ സോഫ്റ്റായ മണ്ണിൻ്റെ മുകളിൽ വലിയ മരത്തടികൾ കൊണ്ട് ആഴത്തിൽ കുത്തിവെച്ചാണ് ഈ കെട്ടിടങ്ങളെല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. അല്ല ഷൈന അടുത്ത് ആരോ പറഞ്ഞു ബോട്ടില് ഇങ്ങനെ. അപ്പൊ ഷൈന ഇങ്ങനെ ലാസ്റ്റ് ഒരു ബില്ല് വന്ന് ഞെട്ടും, മിക്കവാറും വെള്ളത്തിലെടുത്ത് ചാടേണ്ടി വരും എന്നാണ് തോന്നുന്നത് ഷൈന. ബോട്ടിങ് കഴിഞ്ഞ് തിരിച്ചെത്തി. ഉണ്ടായിരുന്നു ബോട്ടിങ് എങ്ങനെ ഉണ്ടായിരുന്നു? ബോട്ടിങ് ഒക്കെ അടിപൊളിയായിരുന്നു. ബില്ല് വന്നു ലാസ്റ്റ്, ബില്ല് വന്നപ്പോ സമാധാനമായി. വലിയ ക്യൂ ആണ് ആക്ച്വലി അടുത്ത ബോട്ടിങ്ങിന് വേണ്ടിട്ട്. ഇതാണ് നല്ല ടൈം. ഇപ്പൊ ഇവിടെ സമയത്രായി ഇപ്പം 8 മണിയായി. ഇവിടെ ഉള്ള ആൾക്കാരെ ശരി ഇവിടെ വരുന്നത് തന്നെ ഓൺ ആവാനും ഓഫ് ആവാനാണ് ആൾക്കാർ വരുന്നത്. ഓ ഇവിടെ പകുതി ഓഫ് ആവുന്ന ആൾക്കാർ. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ആംസ്റ്റർഡാമിൻ്റെ ഏറ്റവും പ്രശസ്തവും എല്ലാവരും ചർച്ച ചെയ്യപ്പെടുന്നതായ പ്രദേശങ്ങളിലൊന്നായ റെഡ് ലൈറ്റ് സ്ട്രീറ്റിലാണ്. ഇവിടെ വരുമ്പോൾ നമ്മൾ കാണുന്ന കാഴ്ചകളൊന്നും പൂർണ്ണമായിട്ട് നമുക്ക് വീഡിയോയിൽ പറയാൻ കഴിയില്ല കേട്ടോ.
എനിക്കിവിടെ ഭംഗിയായിട്ട് തോന്നിയത് ഇവിടെ കാണുന്ന ഈ കെട്ടിടങ്ങളും ഇതിൻ്റെ നടുക്കൂടെ ഒഴുകുന്ന ഈ കനാലൊക്കെ ആയിരുന്നു. ഇവിടെ നമ്മൾ വിസിറ്റ് ചെയ്യുമ്പോൾ കുറച്ച് നിയമങ്ങളും അവരുടെ സ്വകാര്യത ചട്ടങ്ങളൊക്കെ നമ്മൾ മാനിക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രാത്രിയാകുമ്പോൾ ഈ കെട്ടിടത്തിൻ്റെ മിക്ക സ്ഥലങ്ങളിലും റെഡ് ലൈറ്റുകൾ തെളിയും. ഇവിടെ പല സ്ഥലങ്ങളിലും ഫോട്ടോയും വീഡിയോ ഒന്നും അനുവദനീയമല്ല കേട്ടോ. ഈ സമയത്താണ് ഇവിടെ വരാൻ രസം. ഈ ഒരു ലൈറ്റിൽ ഇത് മോർ ഇരുട്ടായാണ്, എന്നാലേ കുറച്ചുകൂടെ കൊള്ളാവും. വാ. റെസ്റ്റോറൻ്റ് ആയത് സീ ഫുഡ് റെസ്റ്റോറൻറ്റ്. എടാ അവളെ ഡിസ്റ്റർബ് ചെയ്യല്ലേ, അവള് ഫോട്ടോ എടുത്ത് പഠിക്കുന്നതാ. ഓക്കെ മോളോട് ആദ്യം ഉണ്ടായി ഡിസ്റ്റർബ് ചെയ്യല്ലേ. അങ്ങനെ നമ്മുടെ സെക്കൻഡ് ഡേ ഓഫ് നെതർലാൻഡ്സ് ട്രിപ്പ് ഇന്ന് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ തേർഡ് ഡേയുടെ വിശേഷങ്ങളായിട്ട് നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ട്യൂൺഡ്.